അപ്പൊ നമ്മളിപ്പോ നിക്കുന്നത് മഞ്ഞുളാലാണ്. ആ മഞ്ഞുളാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നൊരു പ്രോഗ്രാം ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വരാൻ പോണ 17-ാം തീയതി അടുത്ത തിങ്കളാഴ്ച വരാൻ പോണ തിങ്കളാഴ്ച ചിങ്ങ മഹോത്സവമാണ്. അതായത് മഞ്ഞുളാൽത്തറ മേളം. അപ്പൊ അതിനോടനുബന്ധിച്ച് ചിങ്ങമാസത്തിന് വെച്ചാൽ അതിനിപ്പോ ഒരു 5-6-4 മാസത്തിന് മുന്നേ ഇവിടെ കൊടി ഉയർത്തൂല. അത് ഇതിനോടനുബന്ധിച്ചുള്ളതാണ് ഈ നമ്മുടെ ഈ ചിങ്ങ മഹോത്സവത്തിനോടനുബന്ധിച്ചുള്ള കൊടി ഉയർത്തലാണ്. അപ്പൊ അതായത് മറ്റേ ചിങ്ങ മഹോത്സവമായി എന്നുള്ള ഇന്നാണ് കൊടിയേറ്റ്. അതായത് ഇന്ന് വ്യാഴാഴ്ച അങ്ങനെ 13-ാം തീയതി. അപ്പൊ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം അല്ലെ. ചെറിയൊരു മഴയുണ്ട്, ചതിച്ചു ഡൗട്ട്. കുഴപ്പമില്ല, കേളിയുണ്ട്. പിന്നെ എന്തായാലും മഴ കുറേശ്ശായിട്ട് കുറഞ്ഞു വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അടപ്പാന്ന് നമുക്ക് അങ്ങോട്ട് പോവാം. വിളക്ക് കത്തിക്കലൊക്കെ ഉണ്ടാവും. അപ്പൊ ഭാഗ്യം എന്താ, നമ്മൾ ഇവിടേക്ക് ഇറങ്ങിയപ്പോ മഴ പോയി എന്ന് പറയാൻ പറ്റില്ല. 2-3 കുഞ്ഞു ചാറ്റിലുള്ളൂ. മുണ്ടിന് അടിവാക്കാൻ കണ്ടില്ല, ഫുള്ള് അലഞ്ഞ്. നമുക്ക് അങ്ങോട്ട് പോകാൻ അപ്പുറത്തിന് എടുക്കാം, അതൊന്നും ഒന്നുകൂടി നല്ലത്. വണ്ടികളൊക്കെ വന്നതാ. ഗുരുവായൂരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തുടങ്ങാം. അപ്പൊ ഇവിടെ ചെറിയൊരു വലിയൊരു വിളക്കുണ്ട്. ഒരു 1, 2, 3, 4, 5 തട്ടായിട്ടുള്ള. അപ്പൊ അത് വിളക്കായിട്ട് അത് രാത്രി വെച്ചിട്ട് കത്തിക്കാൻ വേണ്ടി പോകും. കണ്ടില്ലേ ഇവിടെ ഇത് ആവണല്ലോ, കത്തിക്കാൻ പോണുള്ളൂ. സമയം 2 മിനിറ്റ് എടുക്കും. കാരണം അത് എല്ലാ വിളക്കിലേക്ക് ആയി വരണല്ലോ, അതിലേക്ക് മൊത്തം. എന്നാലേ കത്തിക്കാൻ പറ്റുള്ളൂ. ആശങ്കയില് അത് മാത്രല്ല, നമുക്ക് കുറച്ച് പഞ്ഞിമിഠായം കിട്ടി. പലഹാരം മധുരം നൽകാന്ന് പറയില്ല, അതുപോലെ തന്നെ സന്തോഷം കൊണ്ട് മധുരം നൽകാന്ന് പറയില്ല, അതന്നെ നമ്മള് കുറച്ച് പഞ്ഞിമിഠായി. അപ്പോ അവിടെ ആശങ്കയിൽ വിട്ടുകൊണ്ടിരിക്കുക. അത് മാത്രല്ല, അവിടെ വിളക്കും കത്തിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ 2 പീരീഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കൊള്ളാം. കാരണം എന്താ വെച്ചാ മഴ പെട്ടെന്ന് മാറും തുടങ്ങി വേണ്ടിട്ട് അല്ലേ, പെട്ടെന്ന് മാറി. അതെന്തായാലും കൊള്ളാം. അപ്പോ വരാൻ പോണ 17-ാം തീയതി മഞ്ഞുളാൽത്തറ മേളാണല്ലോ വരാൻ പോകുന്നത്. അപ്പൊ അതിനെ കുറിച്ച് 2 വാക്ക് പറയൂ. ഇപ്പോ ഗുരുവായൂർ ക്ഷേത്ര പാരമ്പര്യ പുരാതനമായ തറവാട്ട് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ 15 വർഷമായി മഞ്ഞളാലിന് സമീപം നടക്കുന്ന ചിങ്ങം 1-ന് നടക്കുന്ന വളരെ പ്രശസ്തി ആർജിച്ചൊരു പരിപാടിയാണ് മഞ്ഞളാൽത്തറ മേളം. 251-ലേറെ കലാകാരന്മാർ ഗുരുവായൂർ ജയപ്രകാശിന്റെ നേതൃത്വത്തിൽ ഇവിടെ അരങ്ങേറുകയാണ്. ആ ചിങ്ങം 1 എന്നുള്ളതിനൊരു പ്രത്യേകത, അന്ന് അരങ്ങേറുന്നതോടുകൂടി ആ ഒരു വർഷം പ്രകാശപൂരിതമാകാൻ എല്ലാ കലാകാരന്മാർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ പരിപാടി നടത്തുന്നത്. ഗുരുവായൂർ പുരാതനമായ കൂട്ടായ്മ പണ്ട് മുതലേ വളരെ കാലം മുമ്പ് മുതലേ ഒരു വിളക്ക് സമർപ്പണം നടത്തിയിരിക്കുന്നു. ആ വിളക്ക് ഞങ്ങളുടെ ഒരു ആചാരമായി മാറി. ഗുരുവായൂരപ്പന്, ഞങ്ങളുടെ രക്ഷകനായ ഗുരുവായൂരപ്പന് ഒരു വിളക്ക് സമർപ്പിച്ചാൽ ഒരു കൊല്ലം എല്ലാ അഭിവൃദ്ധിയും ഐശ്വര്യവും നമുക്ക് കിട്ടും എന്നുള്ള വിഷയത്തിലാണ് വിളക്ക് നടത്തുന്നത്. ആ വിളക്കിന്റെ നടത്തൽ ഇപ്പൊ ഗുരുവായൂർ ചിങ്ങമഹോത്സവം എന്നുള്ള പേരിൽ ഞങ്ങൾ നടത്തുകയാണ്. ആ ചിങ്ങമഹോത്സവത്തിൽ ഏറ്റവും പ്രധാനമായ ഒരു ആഘോഷമാണ് മഞ്ഞുളാൽത്തറ മേളം. മഞ്ഞുളാൽത്തറ മേളം എന്ന് പറഞ്ഞാൽ അനേകം കലാകാരന്മാർ വന്നിട്ട് സ്വയം അവരുടെ ശക്തിയെ പ്രകടിപ്പിക്കുന്ന ഒരു സന്ദർഭമാണ്. വളരെ ആഘോഷപരമായി ദുരിതമായിട്ട് നടക്കുകയാണ്. അതിനോടനുബന്ധിച്ച് ഭജന ഘോഷയാത്രയുണ്ട്.
ഘോഷയാത്രയിൽ കൂടെ പോയിട്ട് ചിങ്ങവിളക്ക് സമർപ്പിക്കുന്ന ആ ഗുരുവായൂരത്തിൽ സമർപ്പിക്കുന്ന ഒരു ചടങ്ങാണ് ഈ ബൃഹത്തായ പരിപാടി. ലോകം മുഴുവൻ ഇപ്പൊ അറിഞ്ഞ് വിളക്ക് സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഭക്തന്മാർക്കും, വിളക്ക് സമർപ്പിക്കുന്ന ഭക്തന്മാർക്കും എല്ലാ ആയുരാരോഗ്യ സൗഖ്യവും സമാധാനവും ഗുരുവായൂരപ്പൻ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. ഗുരുവായൂർ ക്ഷേത്ര പാരമ്പര്യ നായർ തറവാട് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ ചിങ്ങ മഹോത്സവം 17-ന് അരങ്ങേറുകയാണ്. ഗുരുവായൂർ ഒന്നാകെ ഒരേ മനസ്സിൽ നടത്തുന്ന ഈ ഉത്സവം ഗുരുവായൂരിന്റെ ഒരു മഹോത്സവമായി തന്നെ മാറുകയാണ്. ഈ അരങ്ങ് തകർത്തവരും അരങ്ങിൽ ആദ്യമായി എത്തിയവരും ഒന്നിക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഈ മഞ്ജുളാൽത്തറ മേളത്തിനുണ്ട്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തുന്ന കലാകാരന്മാരാണ് ഈ ചരിത്രമുറങ്ങുന്ന മഞ്ജുളാൽത്തറയിൽ അന്ന് അണിനിരക്കുക. തുടർന്ന് പഞ്ചവാദ്യം, ഏറ്റവും പ്രശസ്തനായിട്ടുള്ള പെരിങ്ങോട് ചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള പഞ്ചവാദ്യം, ആ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെയാണ് ഇവിടെ നിന്നുള്ള ഘോഷയാത്ര, ഭജന ഘോഷയാത്ര ക്ഷേത്രനടയിലേക്ക് എഴുന്നള്ളുക. ഈ ഘോഷയാത്രയിൽ അഷ്ടമിരോഹിണിക്ക് മുന്നേ തന്നെ ഭഗവാന്റെ ഏറ്റവും ഇഷ്ട വിനോദമായിട്ടുള്ള ഉറിയടി എന്ന ഒരു പുതിയ ഒരു സങ്കല്പവും കൂടിയും ഇപ്രാവശ്യം ഞങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എന്തായാലും അതിനുശേഷം നറുനയിൽ 500-ലധികം വിളക്കുകൾ ഭഗവാന്റെ തിരുനടയിൽ സമർപ്പിക്കുക എന്ന ഒരു വലിയ മഹത്കർമ്മം കൂടി നടത്തുക എന്നതാണ് ഇതിലൂടെ നിറവേറുന്നത്. എല്ലാ ഭക്തന്മാർക്കും എന്താ പറയാ, ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ചിങ്ങമഹോത്സവം ഒരുപക്ഷെ വാദ്യ താള നിബിഡമായ ഒരാഘോഷത്തിന്റെ ഐശ്വര്യദീപ്തമായ തുടക്കമാണ്. അന്നേ ദിവസം 3 മണിക്ക് ഇവിടെ പക്ഷങ്ങളും പക്ഷപാതങ്ങളും അതിർവരമ്പുകളും വേർതിരിവുകളും ഇല്ലാതെ ഹൈന്ദവരിലെ എല്ലാ സഹോദരന്മാർക്കും, അത് തഴക്കം വന്നവരും പ്രതിഭകളും തുടക്കം കുറിക്കുന്നവരുമൊക്കെ നിരനിരയായി 300ഓളം പേർ അണിനിരക്കുന്ന മഞ്ജുളാൽത്തറ മേള ഒരുപക്ഷെ നാളുകളിൽ നമുക്കൊക്കെ അറിയാം. ഇന്ന് തൃശ്ശൂർ പൂരത്തെയൊക്കെ ലോകപരിമയിലെത്തിയ ഇലഞ്ഞിരുത്തല മേളത്തിന്റെ ഒരു ചെറിയ പതിപ്പായി മാറിക്കൊണ്ടിരിക്കും. വാദ്യ ശ്രേണിയിലുള്ള എല്ലാവരും അംഗീകരിക്കുന്ന ആ മഞ്ജുളാൽത്തറ മേളം മികവുറ്റ വാദ്യ കലാകാരന്മാർ മാറ്റിരക്കപ്പെടുന്ന ഒരു വേദി കൂടിയാണ്. ഗുരുവായൂരിൽ ആചാരാനുഷ്ഠാന നിർവൃതിയിൽ ഒരുപക്ഷെ എല്ലാ കലാകാരന്മാർക്കും ഒത്തുചേരാനുള്ള ഒരു മഹത്തായ വേദി കൂടിയായി മാറപ്പെടുകയാണ് ആ മഞ്ജുളാൽത്തറ. അതോടൊപ്പം നൽകപ്പെടുന്ന നമുക്കൊക്കെ അറിയാവുന്ന മേള പുരസ്കാരം, ശ്രീ ഗുരുവായൂരപ്പൻ മേള പുരസ്കാരം, അതൊരുപക്ഷെ വാദ്യ കലാകാരന്മാർ എല്ലാവരും ആഗ്രഹിക്കുന്നു. ഗുരുവായൂരിന്റെ നെറുകയിൽ നിന്ന്, ഗുരുവായൂരിന്റെ മണ്ണിൽ നിന്നും ഒരു പുരസ്കാരം ലഭ്യമാക്കുക എന്നുള്ളത് ഏത് വാദ്യ കലാകാരനെ നമ്മളിടത്തോളം വളരെ അഭിമാനവും ആഹ്ലാദവും പകരുന്നു. ആ നിലയിൽ തന്നെ മികവുറ്റ ഒട്ടനവധി പ്രതിഭകൾ കഴിഞ്ഞ 2 പതിറ്റാണ്ടോളമായി നിരന്തരമായ പ്രയാണം തുടരുകയാണ്. ഇന്ന് ലോകനെറുകയിലുള്ള വാദ്യ നിമിടമായ ശ്രേണി ഉയർത്തുന്ന കലാകാരന്മാർക്കൊക്കെ അത് ലഭ്യമായിട്ടുണ്ട്. ഇക്കുറി നമ്മളത് നൽകപ്പെടുന്നത് ഒരുപക്ഷെ കഴിഞ്ഞ 10 വർഷക്കാലമായി നിരന്തരമായി മഞ്ജുളാൽത്തറ മേളത്തിന് ഇലത്താള വാദനത്തിന് നേതൃത്വം നൽകുന്നു. നമുക്കറിയാം, പാഞ്ഞാൾ വേലൂട്ടി എന്ന വിശിഷ്ട വ്യക്തിത്വം ഇന്ന് ഇലത്താള വാദനത്തിൽ ഒരുപക്ഷെ പ്രഥമഗണ്യനാണ്. നിരവധി ആഘോഷങ്ങൾ തൻ്റേതാക്കി മാറ്റി, അരങ്ങുകളൊക്കെ തൻ്റേതാക്കി മാറ്റി ആ ഇലത്താള വാദനത്തിൽ പ്രഥമ നിരയിൽ, അത് വൻകിട ഈ പറഞ്ഞ പോലെ പ്രതിഭകളായ നമുക്കറിയാം മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരും പെരുവനംകുട്ടന്മാരാരും ഒക്കെയുള്ള ആ നീണ്ട നിര, അത് പഞ്ചവാദ്യമായാലും മേളമായാലും അതിനൊക്കെ അഴകും ആവേശവും ആരവവും പകരുന്ന ഒരു വലിയ കലാകാരൻ. അദ്ദേഹത്തിനാണ് ഇക്കുറി 10,000 രൂപയും പ്രശസ്തിപത്രവും ബലകവും അടങ്ങുന്ന പുരസ്കാരം നൽകുന്നത്. അത് നമ്മുടെയൊക്കെ ഒരു സുഹൃത്ത്, പ്രവാസി സുഹൃത്തും ഈ തട്ടകത്തിലെ തന്നെ ഈ പ്രദേശത്ത് തന്നെ സാംസ്കാരിക കലാ പരിപാടികൾക്കൊക്കെ സാരഥ്യം നൽകുന്ന തെക്കുട്ട് എന്ന ഒരു സഹൃദയന്റെ പിതാവിന്റെ പേരിൽ തെക്കുട്ട് വേണുഗോപാൽ നായർ എന്ന ആ വലിയ വ്യക്തിത്വത്തെ സ്മരിച്ചുകൊണ്ടാണ് നൽകപ്പെടുന്നത്. ഇതിന്റെ പ്രായോജകരായി അവർ നമ്മളുമായി സഹകരിക്കുന്നുണ്ട്. അങ്ങനെ വാദ്യതാള നിമിടമായ ഒരു നല്ല നിമിഷങ്ങളും നല്ല ദിവസവും നൽകുന്ന ചിങ്ങമഹോത്സവം എന്നുള്ളതാണ് നമുക്ക് പറയാം. അപ്പൊ എന്തായാലും നമ്മുടെ എല്ലാ പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാവരായിട്ട് നമ്മൾ സംസാരിച്ചു, കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി, എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ആശ്രമം ഉണ്ട്, നന്ദിനിയിൽ ഒരു ചെറിയൊരു ഫുഡും ചായയും വടയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ അപ്പൊ എന്താന്ന് വെച്ചാല് അത്ഭുതമായിട്ട് മഴയുടെ കാര്യത്തില് മഴ പെട്ടെന്ന് വന്നു, ഞങ്ങളെ കുളിപ്പിച്ചു, ഒന്ന് ശുദ്ധീകരിച്ചു പോയി. എന്താല്ലേ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില്
5:30 മണിയാണ് പറഞ്ഞിട്ടുണ്ട്. അതെ അപ്പൊ മാക്സിമം ഒരു 5 മണി 5:15 ആകുമ്പോഴേക്കും നമ്മൾ എത്തി. അപ്പോഴും നല്ല മഴയായിരുന്നു. നല്ല മഴ. പക്ഷെ 5:30 മാക്സിമം ഒരു 5:30 ആയപ്പോ തന്നെ മഴ ഇങ്ങനെ വാർന്നു നിന്നു. അതെ ഫുള്ളായിട്ട് പോയി മഴ. എന്താല്ലേ പിന്നെ അല്ലെങ്കിൽ കേളി കൊട്ടാൻ പറ്റില്ല, അതുപോലെ ഐശ്വര്യ ദീപം തെളിയിക്കാൻ പറ്റില്ല, ചെണ്ട കൊട്ടാൻ പറ്റില്ലല്ലോ. ചെണ്ട കൊട്ടാൻ പറ്റില്ല, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ. അടിപൊളിയായിട്ട് നടന്നു കേട്ടോ, ഒരു കുഴപ്പമില്ലാതെ ഭംഗിയായിട്ട് നടന്നു സംഭവം. അതും മാത്രല്ല അതെ. ഇപ്പൊ നമുക്ക് ഇവിടെ സുഖമായിട്ട് വന്നു ഒരു അച്ഛൻ പറഞ്ഞൊക്കെ റെഡി നന്നായി. ഇനി അത് മാത്രല്ല, ഇനി വരാൻ പോണത് 17-ാം തീയതി മേളാണല്ലോ. അതെ. വന്ന് ഇങ്ങനെ ഒരു മഴ പെയ്യാതിരിക്കട്ടെ. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ നല്ല മഴയായിരുന്നു. കാരണം എന്താ വെച്ചാൽ മഞ്ഞളാലി അവിടെ വെച്ചിട്ടും അതുപോലെ പന്തലിട്ടിയ ഭാഗത്തൊന്നും അങ്ങോട്ടൊക്കെ മാറിയിട്ടൊക്കെയാണ് കൊട്ടിണ്ടായിരുന്നു മഴ കാരണം. മഴ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പ്രശ്നം. ചിലപ്പോ അങ്ങോട്ട് പോയി മഴ എന്ന് വെച്ചാൽ അങ്ങനെ സംഭവം. പ്രത്യേകിച്ച് മേളം എന്നൊക്കെ പറഞ്ഞാലേ ചെണ്ട അങ്ങനെയൊക്കെ പണിയാ. ചെണ്ടയിലേക്ക് വെള്ളം ആയി കഴിഞ്ഞാൽ അങ്ങനെ. അപ്പൊ നമുക്ക് എന്തായാലും നന്ദിനി ഇവിടെ എത്തി വെച്ചാ സംസാരിച്ച് പെട്ടെന്ന് നന്ദിനി എത്തിയിരിക്കല്ലേ. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാന്തായാലും. അപ്പൊ നമുക്ക് സ്നേഹം വരുന്നുണ്ട്, അത് കഴിക്കാൻ പറ്റും. ആശാനോടെ നമ്മുടെ നന്ദിനി എത്തി. ആശാൻ എല്ലാവരും വന്നിട്ടുണ്ട്. അത് നമുക്ക് അകത്തോട്ട് പോവാം. അപ്പൊ നമ്മളിവിടെ എത്തി, അകത്തെത്തി. നമ്മള് കാപ്പി കോഫി പറഞ്ഞിട്ടുണ്ട്. ആശാനും കോഫി, ഞാനും കോഫി. കോഫി ഒന്ന് കുടിക്കാന്ന് വെച്ചാൽ തൊണ്ടെങ്കിലും ചെറിയ പ്രശ്നം. കോഫി കുടിച്ചാൽ അടിപൊളിയാണ്. അതുകൊണ്ടാണ് ഞാനും എനിക്ക് കോഫി മതി എന്ന് പറഞ്ഞത്. അതെ, പ്രത്യേകിച്ച് നമ്മൾ മഴ വെള്ളമൊക്കെ കൊണ്ട് കോഫി ഇപ്പോഴും നല്ല ശരിക്കും പറയും. ക്ഷീണൊക്കെ മാറും. അതെ അതെ, നല്ല മാറും. അടിപൊളി. അതെല്ലാം വരട്ടെ അല്ലേ. ഈ സെക്ഷൻ മൊത്തം ഇലയുടെയാണ്. ബാക്കിയുള്ളവരൊക്കെ അപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് ഇപ്പൊ ഗുരുവായൂർ ജയപ്രകാശ് ആശാനാണ്. എന്റെ ആശൻ ഞണ്ടാശൻ. അപ്പൊ വരാൻ പോണ 17-ാം തീയതി മഞ്ഞുകാലത്തരം മേള അല്ലേ ആശാൻ നടക്കാൻ പോകുന്നത്? അതെ. ഏതാച്ചാ ഗുരുവായൂരിന്റെ എന്താ പറയാ, ഗുരുവായൂരില് ചരിത്ര പ്രസിദ്ധമായി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന മഞ്ജുവാൾത്തറ മേളം ചിങ്ങ മഹോത്സവം എല്ലാ വർഷവും ചിങ്ങൊന്നാം തീയതി. അപ്പൊ ആശാൻ അതിൽ 100ഓളം കലാകാരന്മാരുണ്ടാവൂലേ? 200-ലും മീതെ 250-ലൊക്കെ കടന്നു പോയിട്ടുണ്ട്. കുറെ വർഷങ്ങളെ ആദ്യമൊക്കെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഓരോ വർഷം കഴിയുന്നവർ ഇങ്ങനെ കലാകാരന്മാരുടെ എണ്ണം ഇങ്ങനെ നല്ല ക്രമാതീതമായി വർദ്ധിക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നും ഒരു ജില്ലയിൽ നിന്ന് 1-2 പേര് എന്നാലും എല്ലാവരുടെയും പ്രാതിനിധ്യം ഈ മേളത്തിൽ ഉണ്ടാവാറുണ്ട്. മഞ്ജുളാൽത്തറ മേളത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇപ്പോ തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിൽ പണ്ട് മുതൽക്കേ ഉള്ളതാണ്. ഇപ്പോഴും അതിന് വലിയ മാറ്റം, ചെറുതായിട്ട് മാറ്റമൊക്കെ വന്നു തുടങ്ങി. എന്നാലും പൂർണ്ണമായിട്ട് അത് മാറിയിട്ടില്ല. ഈ വാദ്യമേഖലയിൽ പ്രത്യേകിച്ച് കാണപ്പെടുന്ന ഒരു ജാതീയത, ഒരു ഇന്ന ജാതികൾക്ക് ഇന്ന സ്ഥലത്ത് കൊട്ടാൻ പറ്റുള്ളൂ. ഇപ്പൊ ഗുരുവായൂരൊക്കെ ഉണ്ട്. അത് ഗുരുവായൂര് ചെണ്ടയ്ക്ക് തിമല അടയ്ക്ക നമ്മുടെ അമ്പലവാസികളായിട്ടുള്ള മാരാർ സമുദായത്തിലുള്ള ആൾക്കാർക്കും അങ്ങനെ പറ്റുള്ളൂ. നായന്മാര് സമുദായത്തിനും അതിന്റെ താഴെയുള്ള ആൾക്കാർക്കൊന്നും പറ്റില്ല. തൃശ്ശൂർ അങ്ങനെയുണ്ട്. പക്ഷെ ഇവിടെ മഞ്ജുളാൽത്തറ മേളത്തിന് ഹൈന്ദവരായ എല്ലാ കലാകാരങ്ങളും, അത് ചെറുപ്പം വലുപ്പമില്ലാതെ തുടക്കക്കാർ മുതൽ ഇരുത്തം വന്നവര് പ്രമാണിമാര് വരെ ഈ മേളത്തില് എല്ലാ വിഭാഗങ്ങളിലും ചെറുത്തിരന്റെ ആയാലും മലന്തരയായാലും കുറുങ്കോലായാലും കൊമ്പായാലും എലത്താളായാലും കേരളത്തിലെ പ്രശസ്തരായ കലാകാരന്മാരെ തൊട്ടിട്ട് അരങ്ങേറ്റം കഴിഞ്ഞ വിദ്യാർത്ഥികളടക്കം ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അതിന് ജാതീയതയൊന്നുമില്ല, ആർക്കും പങ്കെടുക്കാം. ഇപ്രാവശ്യം ഏകദേശം ഒരു 250ഓളം 250-ന്റെ മീതെ എല്ലാം ഉണ്ടാവാറുണ്ട്. അവരൊക്കെ ഇപ്രാവശ്യം തരാം. ഇതുവരെ പേര് എന്നുള്ളത് ഏകദേശം 250 പേരിന്റെ ആൾക്കാർ ഇനിയും തരാതിരിക്കുന്നുള്ളൂ. സ്ഥിരം വരുന്ന ആൾക്കാരൊക്കെ ഇതിന്റെ 2 ദിവസം മുമ്പൊക്കെയാണ് എല്ലാവരും പങ്കെടുക്കുക. എല്ലാവർക്കും ഭയങ്കര ഒരു കാര്യം. കാരണം എന്താ വെച്ചാൽ കാസർഗോഡ് ജില്ലയിൽ നിന്നൊക്കെ നമുക്ക് തന്നെ അതിശയം വരും. കാസർഗോഡ് ജില്ലയിൽ നിന്ന് തലേ ദിവസം അവര് ട്രെയിനിലോ അല്ലെങ്കിൽ ഒക്കെ അവരെ ചെണ്ടയ്ക്ക് എടുത്ത് വന്ന് ഇവിടെ ഗുരുവായൂർ വന്ന് റൂം എടുത്ത്, ഗുരുവായൂരൊക്കെ റൂം കിട്ടണമെങ്കിൽ അറിയാലോ റെന്റൊക്കെ, അവരതൊന്നും നോക്കണില്ല. നമ്മൾ ഇവിടുന്ന് ഒരു പ്രസാദം മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഒരു പണക്കിഴിയും ഒരു ഗുരുവായൂരപ്പന്റെ ഫോട്ടോ. അതില് അത് എടുത്ത് വന്ന് തലേ ദിവസം റൂം എടുത്ത് ഇവിടെ സ്റ്റേ ചെയ്ത് ഈ മേളത്തിൽ പങ്കെടുത്ത് പിറ്റേ ദിവസം തിരിച്ചു പോവാൻ. എന്നിട്ട് പിറ്റേ ദിവസം ഈ പങ്കെടുത്ത കലാകാരന്മാരുടെയൊക്കെ വാട്സപ്പ് സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഗുരുവായൂരപ്പന്റെ ഫോട്ടോ, അതിന്റെ മുമ്പിൽ ഈ പണക്കിഴി വെച്ച് നിലവിളക്ക് കത്തിച്ച് ഗുരുവായൂരപ്പന്റെ പ്രസാദം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും, ഒരുവിധ ആൾക്കാർ, എന്റെ നമ്പറുള്ള ആൾക്കാരുടെയൊക്കെ വാട്സപ്പ് സ്റ്റാറ്റസ് ചിങ്ങം 2-ാം തീയതി ഈ ചിങ്ങ മഹോത്സവത്തിൽ പങ്കെടുത്ത് അവരത് വീട്ടിലെത്തി കഴിഞ്ഞാൽ അവരത് സ്റ്റാറ്റസ് ഇടുക. പിന്നെ കുറെ വർഷമായിട്ട് ഈ പണക്കിഴി കൊടുക്കുമ്പോൾ അവര് ഇന്നേ വരെ ആ പണക്കിഴിയിൽ എന്തെല്ലാം തുറന്നു നോക്കാണ്ട പൂജാമുറിയിൽ വെച്ച് പൂജിക്കുകയാണ്. അവർ അത്രയും പവിത്രമായിട്ടാണ് ഇതിനെ കണ്ട് ഗുരുവായൂരപ്പന്റെ പ്രസാദങ്ങള്. ചിലവർ പറയണു ചിങ്ങം 1-ാം തീയതി ഗുരുവായൂരപ്പന്റെ നടക്കില് മേളത്തിൽ പങ്കെടുത്തപ്പോ അവർക്ക് 10-35 പരിപാടി
പ്രോഗ്രാംസ് ഒക്കെ കൂടുതൽ കിട്ടുന്നു ഗുരുവായൂരപ്പന്റെ കാര്യം കൊണ്ടൊന്നും. ചിങ്ങം 1-ാം തീയതി നല്ല ദിവസമല്ലേ, ഗുരുവായൂരപ്പന്റെ അവിടുത്തെ ഈ മേളത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നത് ഭയങ്കര കാര്യമാണെന്ന് പറയാം. ഭയങ്കര അതിശയം തന്നെയാണ് എന്തായാലും. ഇപ്രാവശ്യത്തെ മഞ്ചളാൽത്തറ മേളം അതിഗംഭീരമാവട്ടെ. എല്ലാവരും വരിക, കാണുക, ആസ്വദിക്കുക അല്ലെ. ഞാൻ ഒരു വലിയ കലാകാരൻ എന്ന നിലയ്ക്കും മഞ്ചളാൽത്തറ മേളത്തിന്റെ തുടക്കം മുതൽ ഇതുവരെ മഞ്ചളാൽത്തറ മേളത്തിന്റെ മേളപ്രമാണി എന്ന നിലയ്ക്കും ശ്രീ ഗുരുവായൂരപ്പന്റെയും എൻ്റെ ഗുരുനാഥന്മാരുടെയും മാതാപിതാക്കളുടെയും എല്ലാവരുടെയും അനുഗ്രഹത്താൽ മഞ്ചളാൽത്തറ മേളത്തിന്റെ തുടക്കം മുതൽ ഈ വർഷം വരെ പ്രമാണിക്കാൻ ഉള്ളൊരു യോഗം അല്ലെങ്കിൽ ഭാഗ്യം എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോ മഞ്ചളാൽത്തറ മേളത്തിന്റെ മേളപ്രമാണി എന്ന നിലയ്ക്കും അതിലെല്ലാം ഉപരി ഒരു മധ്യ കേരളത്തിലെ ചെറിയ ഒരു വലിയ കലാകാരൻ എന്നുള്ള നിലയ്ക്കും എല്ലാ വാദ്യാസ്വാദകരും മേളാസ്വാദകരും എന്നെ സ്നേഹിക്കുന്ന എല്ലാവരും ചിങ്ങം 1-ന് കൃത്യം 3 മണിക്ക് ഗുരുവായൂർ മഞ്ചളാൽത്തറയുടെ പരിസരത്തുണ്ടായി മഞ്ചളാൽത്തറ മേളം കണ്ട് അനുഗ്രഹിച്ച് എല്ലാവിധ പിന്തുണയും മഞ്ചളാൽത്തറ മേളത്തിന് നിങ്ങൾ എല്ലാവരുടെയും ഫുൾ സപ്പോർട്ട് ഉണ്ടാവണം എന്ന് മാത്രം പറയുകയാണ് എല്ലാവർക്കും. അപ്പൊ നമുക്കിനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.